ഹായ്. ആം, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ആറൻ ജേർണീനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒത്തിരി മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. ആറൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് അതിന് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. എന്നാലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് തിയറിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകത്തുള്ളൂ പെർഫെക്റ്റായിട്ട്. നമ്മൾ നേഴ്സിംഗിന് പഠിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ ഈ സിലബസിൻ്റെ അകത്തോടെ നമുക്ക് പഠിച്ചാൽ മതി. അപ്പം നമുക്ക് നന്നായിട്ട് കണ്ടൻറ്റ് ക്ലിയർ ആകുകയും വേണം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ട്രിക്ക് അതറിയണമെങ്കിൽ നമ്മളൊരു ക്ലാസ് ജോയിൻ ചെയ്യുക തന്നെ വേണം കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി പാടാത്, നമുക്കങ്ങനെ മനസ്സിലാകത്തില്ല. ABC ചിലതിൻ്റെ അകത്ത് നമ്മൾ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് നമ്മൾ പെയിൻ ആയിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പം ഓരോന്നും വ്യത്യാസമുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ എനിക്ക് കാർഡിയോളജിയും പിന്നെ OBGY ആണ്. അപ്പം ഞാൻ എപ്പോഴും കൂടുതൽ ഈ ടോപ്പിക്സിനാണ് കൂടുതലും എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനും തിയറി പഠിക്കാനും ഇഷ്ടമുണ്ടായിരുന്നത്. പിന്നെ ന്യൂറോളജി ഇത് ഞാൻ കൂടുതൽ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ ഇത് കൂടുതൽ പഠിച്ചെന്ന് വെച്ച് ഒരു കാര്യവുമില്ല. ഇഷ്ടമുള്ള ടോപ്പിക്സ് കൂടുതൽ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാത്തതെന്നു വെച്ചാൽ അത് എല്ലാ സിസ്റ്റത്തിൻ്റെ അകത്തുനിന്ന് കറക്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം അത് കാരണം നമുക്ക് എല്ലാ ടോപ്പിക്കും എല്ലാ കണ്ടിനും ക്ലിയർ ആയേ പറ്റത്തുള്ളൂ. അപ്പം ഫസ്റ്റ് ഞാൻ പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഫാർമക്കോളജി ഒട്ടും ഇഷ്ടമില്ല. അത് കാരണം ഞാൻ അത് ഏറ്റവും അവസാനം വെക്കത്തുള്ളൂ. അപ്പം ഇഷ്ടമില്ലാത്തത് ഏറ്റവും ആദ്യമേ പഠിക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് കാണാപ്പാടം പഠിക്കേണ്ടത് തന്നെയുണ്ട്. ഫാർമക്കോളജിക്കകത്ത് ചില മെഡിക്കേഷൻസിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് അത് നമ്മൾ പഠിക്കാതെ പറ്റത്തില്ല. നോർമൽ സൈഡ് എഫക്ട്സ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ അഡ്വേഴ്സ് എഫക്ട്സ് നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളതാണ്. അത് നമ്മൾ അറിയണമെങ്കിൽ നമുക്ക് കണ്ടൻറ്റ് ക്ലിയർ ആയേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു അറൗണ്ട് 3-4 months നമുക്ക് പഠിക്കണം. ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കാം. പിന്നെ ഒരു അറൗണ്ട് നമുക്ക് 60-65 ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ പെർസെൻറ്റേജ് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പം. ചില ടോപ്പിക്സിനൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്സിനൊക്കെ മാത്രമേ എനിക്ക് 98 വരെയും കിട്ടിയിട്ടുണ്ട്. അന്ന് ചിലത് എനിക്ക് ഇഷ്ടപ്പെടാത്ത സബ്ജക്ട്സ് ഫാർമക്കോളജിക്കൊക്കെ 45 കിട്ടിയിട്ടുമുണ്ട് പെർസെൻറ്റേജ്. അപ്പം അതനുസരിച്ച് നമ്മൾ സകല കണ്ടൻറ്റ് ക്ലിയർ ആയിരിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ട് തന്നെ സമയം കണ്ടെത്തണം. ആദ്യമേ ഓരോ സിസ്റ്റം നമ്മൾ പഠിച്ചു പോകുക. ഇപ്പോൾ OBGY നമ്മൾ പഠിക്കുകയാണെങ്കിൽ OBGY പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ രീതി മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ കണ്ടൻറ്റ് തന്നെ പഠിച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കുകയില്ല, കണ്ടൻറ്റ് എല്ലാം അറിയാമെങ്കിലും. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ മാത്രം നമ്മൾ പഠിച്ചിട്ടും കാര്യമില്ല. കണ്ടൻറ്റ് അറിയാതെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് മനസ്സിലാകത്തില്ല. നമുക്ക് ആൻസർ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒത്തിരി സ്റ്റഡി റിസോഴ്സസ് പല സ്ഥലത്തുനിന്ന് കണ്ടുപിടിച്ച് എല്ലാം നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്. നമുക്ക് എന്നാ പറയുന്നത് ഒരിക്കലും തീരത്തുമില്ല. അത് കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്നോ ഒരു സൈറ്റ് തന്നെ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുക. ഞാൻ UWorldോ പിന്നെ ബൂട്ട് ക്യാമ്പോ ഇതൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. വേറെ എവിടെയും ഞാൻ പോയിട്ടില്ല. വേറെ ഒരു നോട്ട്സോ ഒന്നും ഞാൻ റെഫർ ചെയ്തിട്ടില്ല. ജസ്റ്റ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ നോട്ട്സ് മാത്രം പിന്നെ അവിടുത്തെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ചെയ്തത്. താങ്ക് യു.